ഉണ്ടെങ്കിൽ അത്ഭുതപ്പെട്ടേനെ. ഒരുപാട് കഥകൾ അവനും പറയാനുണ്ടായിരുന്നു. അതൊക്കെ അവൻ എന്നിലൂടെ കണ്ടല്ലേ. നമുക്ക് മ്യൂസിയത്തിൻ്റെ അങ്ങോട്ട് പോവാം, മ്യൂസിയത്തിനടുത്തേക്ക് പോവാം. ഇവിടെ നിന്ന് അവിടെ കാണുന്ന ദൂരം തന്നെയാണ്, തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ അവിടെ സിംഹമൊക്കെ അലർന്ന് വെച്ചാൽ നമുക്കിവിടെ വീട്ടിൽ നിന്നാൽ കേൾക്കാൻ പറ്റുമായിരുന്നു. ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് വല്യപ്പച്ചൻ്റെ വീടാണ് കേട്ടോ, അമ്മച്ചിയുടെ വല്യപ്പൻ്റെ വീടായിരുന്നു. അവിടെയൊക്കെ ഒരു ഫ്ലാറ്റ് വന്നു ആ ഭാഗത്ത്. നമുക്കിവിടെ പഴയ വീടുകൾ ഷൂട്ട് ചെയ്യണമെങ്കിൽ ഇനിയും വരേണ്ടി വരും. ഇവിടെയൊക്കെ ഉണ്ട്, ഇതൊക്കെ പുതുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പുതുക്കല്ല, ഒരുപാട് ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഒരുപാട് നമ്മളിവിടെ കണ്ടത് കൊട്ടാരം, കൊല്ലംകോട് കൊട്ടാരമൊക്കെ ഇവിടെ ചേർന്നുള്ളതാണ്. അപ്പോൾ അത്രയും ദൂരം ആയിട്ട് ഇത്ര അടുത്ത് തന്നെയാണ് അമ്മച്ചിയുടെ തറവാട്. കൊട്ടാരങ്ങളുടെ നടുക്കാണെന്ന് പറയുന്നത്, നടുക്കുന്നത് അപ്പുറം ഇപ്പുറമൊക്കെ കൊട്ടാരം തന്നെയാണ്. ഈ വഴി പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ അത് തന്നെയാണ്, ഇതിൻ്റെ അകത്തൊക്കെ അത് തന്നെയാണ് കേട്ടോ. നല്ല രസമാണ്. ഇവിടെ റൈറ്റ് സൈഡിൽ ഞങ്ങൾ വടക്കുന്ന മറ്റേ പൂരത്തിന് ഞങ്ങൾ ഈ വഴിയൊക്കെ പോകാറുണ്ട്. ഇവിടെ ഒരു അമ്പലമുണ്ട്, ആ അമ്പലത്തിൽ വെടിക്കെട്ടുണ്ടാവും രാവിലെ. അങ്ങനെ വെടിക്കെട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ നിലയമിട്ട് അങ്ങനെ എന്തോ. അന്ന് നല്ല വൃത്തിയായിട്ട് കിടന്നിരുന്ന റോഡാണ്. ഇപ്പോൾ ഒക്കെ വേസ്റ്റ്. ഇത് റൈറ്റ് സൈഡിൽ കാണുന്നത് ഇതാണ് കേട്ടോ, മറ്റേ നമ്മുടെ മ്യൂസിയം. പിന്നെ അവിടെ നിന്നൊരു പാലമുണ്ട്, അന്നും അതൊക്കെ തന്നെ. അതിന് കൂടി ആൾക്കാർക്ക് ദോഷമുണ്ട്. കുരങ്ങന്മാരും അവന് കൂടി പോകണം. ഞങ്ങളിതിലൊക്കെ പോയിട്ടുണ്ട്. ഇതിലൊക്കെ നടന്നിങ്ങനെ പോകും. അന്ന് കുമാരി ചേച്ചിയുടെയും ചേച്ചി ഉണ്ടാവും, സിസ്റ്റർ ഉണ്ടാവും. കുമാരി ചേച്ചി അമ്മച്ചിയുടെ ചേച്ചിയുടെ മകളാണ് കുമാരി ചേച്ചി. അങ്ങനെ അവർ രണ്ടുപേരൊപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ചെറുപ്പത്തിൽ 2 വയസ്സുള്ള രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നല്ല രസമായിരുന്നു. ഇതിലിങ്ങനെ നടന്ന് ഇവിടെ എവിടെ ഒരു അമ്പലം എന്തോ ഉണ്ടായിരുന്നു അന്ന്. കുറച്ച് ദൂരം പോകണം. അങ്ങനെ ഇതൊക്കെയാണ് തൃശ്ശൂരിൻ്റെ വിശേഷങ്ങളൊക്കെ. അങ്ങോട്ട് വഴിയില്ല. തൃശ്ശൂർക്കാരനെ ബ്ലാസ്റ്റ് ആയി വെക്കുമ്പോഴേ ഏതൊക്കെയാണ്. ഇങ്ങനെ പോയിട്ട് ഈ ലെഫ്റ്റിലേക്കാട്ടാണ്ടായിരുന്നു. കുറേ അങ്ങനെ ഇടത്തോട്ടും വലത്തോട്ടൊക്കെ ആയിട്ട് തിരിഞ്ഞും മറിഞ്ഞൊക്കെ അങ്ങനെ പോവും. അവർക്കറിയാം വഴി സ്ഥലമൊക്കെ. കുമാരി ചേച്ചി ഇച്ചിരി പ്രായമുള്ള ആളായിരുന്നു. ഒരു 16 വയസ്സോ 17 വയസ്സോ ഉണ്ടായിരുന്നു. അത് ഇതൊക്കെ ആയിരുന്നു, ഓർമ്മ കിട്ടണില്ല. അന്ന് ടാർ റോഡൊന്നും ആയിരുന്നില്ല, മണ്ണ് റോഡായിരുന്നു. ഇന്നത്തെ പോലെ ടാർ റോഡൊന്നും ആയിരുന്നില്ല. അവിടെ വന്നപ്പോൾ നമ്മൾ അവിടെയും കൂടി ഒന്ന് കവർ ചെയ്ത് നമ്മൾ പോകാനെന്ന് കിട്ടണം. നമുക്ക് ഇനി അങ്ങോട്ട് പോകുന്ന നടത്തുന്നുണ്ടെന്ന് അറിയില്ല. അതായത് നമുക്ക് തിരിക്കാം. ഓക്കെ, ഇവിടെ ചെറിയ വഴിയുണ്ട്, ആ വഴി കൂടി അങ്ങനെ കയറിപ്പോൾ തൃശ്ശൂരിൻ്റെ ഒരു ഇടവഴി. വേണ്ട, നമുക്ക് നേരെ തന്നെ പോകാം. അപ്പം ഞങ്ങളുടെ
ഞങ്ങളുടെ 40 വർഷത്തെ കഥകൾ ഉറങ്ങിക്കിടക്കുന്ന മണ്ണാണ് കേട്ടത്. 40ഓളം വർഷത്തെ കഥകൾ ഉറങ്ങി. തൃശ്ശൂർ ഒരുപാട് ഓടിക്കളിച്ച് നടന്നിരുന്ന ഓടിക്കളിച്ചെന്ന് പറഞ്ഞാൽ ഇവരപ്പം തന്നെ ഇറങ്ങാൻ പറ്റുള്ളൂ. എന്നാലും കലങ്കമ്പരങ്ങൊക്കെ പോയിട്ടുണ്ട് ഇതിൽ. അന്ന് വെക്കേഷൻ രണ്ടാഴ്ചയൊക്കെ വന്ന് നിൽക്കും നമ്മുടെ വീട്ടിൽ. ഞങ്ങൾ രണ്ടുപേരും ചേച്ചി ഉണ്ടാവും. ഇളയാൾ അന്ന് ജനിച്ചിട്ടില്ല. അങ്ങനെ ഒരു കാലം. ചെമ്പുക്കാവ് ആണ് സ്ഥലത്തിൻ്റെ പേര് കേട്ടോ, ചെമ്പുക്കാവ്. അപ്പോൾ നമ്മൾ പതിയെ തൃശ്ശൂരിൽ നിന്ന് മുന്നോട്ട് പോയാണ്. മ്യൂസിയം ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് അങ്ങ് പോയേക്കാം. അത് നിറയെ കൊട്ടാരവും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. പഴയ വീടുകൾ, നമുക്ക് പഴയ വീടുകൾ സെർച്ച് ചെയ്യണമെങ്കിൽ വേറൊരു ദിവസം വരേണ്ടി വരും. പഴയ വീടുകളില്ല, എല്ലാം പൊളിഞ്ഞു പോയിട്ടുണ്ടാവാം, ആരും നോക്കാനില്ല. പക്ഷെ ആ വാരൻ്റെ വീടൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെ ഇപ്പം ഉണ്ട്. ഒരു കുഴപ്പമില്ല, പക്ഷെ ആളില്ല, ആൾ പോയി. മ്യൂസിയം ഇടദേശത്ത്. മ്യൂസിയത്തിലോട്ട് കയറണ്ട, എല്ലാവരും ഇവിടെ നമുക്ക് കഴിഞ്ഞു, ടൈം കഴിഞ്ഞു. നോ പാർക്കിംഗ് ഇൻസൈഡ്. ഇൻസൈഡിലേക്ക് ആരെ പാർക്ക് ചെയ്യണം? അതൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ആയി. തിരക്ക് തന്നെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ഇടയ്ക്ക് ഒരു 10-20 കൊല്ലം മുമ്പൊക്കെ വന്നിട്ടുണ്ട്. അന്ന് പോലും ഇത്രയും തിരക്കൊന്നുമില്ല. എന്തായാലും ഇനിയിപ്പോൾ അവിടെ നിന്ന് തിരിക്കാം മതി. ഇവിടുന്ന് തിരിക്കേട്ടാ. ഓക്കെ, ഇത് എൻജിനീയേഴ്സ് ക്ലബ്. അപ്പം അമ്മയ്ക്കിടെ തറവാട്ട് വീട്ടിൽ നിന്ന് പതിയെ മുന്നോട്ട് പോയണേ. ഇനി ഏത് കാലത്തെങ്കിലും വരാൻ പറ്റുമോ അതോ സംശയം, ഇനിയൊരു വരവൊന്നും ഉണ്ടാവണമെന്നില്ല. അങ്ങനെ അതൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചു. നേരത്തെ ഷൂട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു, ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. കുഞ്ഞമ്മണിയും ഞാനുകൂടിയും വന്നിട്ട് ഷൂട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. അയാൾ അവൻ്റെ ആഗ്രഹപ്രകാരമൊക്കെ ഷൂട്ട് ചെയ്ത് വയ്ക്കണം. തൃശ്ശൂർ വന്നം. തൃശ്ശൂർ എന്തായാലും ഇങ്ങോട്ട് വരണം, ഒരു വർഷം കൂടി എന്തായാലും വരണം. ഈ പഴയ വീടുകൾ നമുക്കിപ്പോഴും കിട്ടിയിട്ടില്ല. പഴയ വീടുകളുടെ ആ ഒരു ഇത് കിട്ടിയിട്ടില്ല കേട്ടോ. ഇപ്പം 5-5:45 ഇപ്പോൾ നമ്മൾ സൂവിൻ്റെ അടുത്തെത്തി. അവിടെ നിന്ന് നടക്കാനുള്ള ദൂരമുള്ളേ. ഇവിടുത്തെ സിംഹത്തിൻ്റെ ആവശ്യം നമുക്ക് വീട്ടിൽ കിട്ടാം.
അപ്പോൾ സൂര്യ കയറുന്ന ആൾ എപ്പോഴും തിരക്കാണ്. വെള്ളം സെറ്റാണ്. ആ അടച്ചപ്പോഴാണ് അവർ വന്നത്. പിന്നെ ടൈമിംഗ് ഉണ്ടാ, ടൈമിംഗ് കഴിഞ്ഞപ്പോൾ പിന്നെ അടയ്ക്കും. ഭക്ഷണം കൊടുക്കുന്ന സമയമായിരിക്കും. അപ്പോൾ നമ്മൾ തിരിക്കുന്നുണ്ടോ. ഇപ്പോൾ ഒരു 70 കിലോമീറ്റർ വൺ വേ, 70 കൂടുതലുണ്ടാവും. അങ്ങോട്ടൊക്കെ പോയില്ല. ആദ്യം ലൈറ്റ് പോണതിന് മുമ്പ് നമുക്ക് അത് ഇവിടെ വന്നപ്പോഴേക്ക് തൃശ്ശൂർ വന്നോന്ന് ചോദിച്ചിട്ട് പോകാം. വടക്കനാഥിനെ ജസ്റ്റ് ഒന്ന് കാണണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇരുട്ടായി. നമുക്ക് വേറെ ദിവസം കൂടി വരണം എന്തായാലും. അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഡെസ്റ്റിനേഷനോ കാര്യങ്ങളൊന്നും വെച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ശരി, നമ്മൾ നേരെ ഒരു കൊട്ടാരത്തിൻ്റെ പടിപ്പുരവാതിലാണ് കേട്ടോ. ശരിക്കും നേരെയാണ് വരേണ്ടത്. നമ്മൾ ഈ ലെഫ്റ്റ് തിരിഞ്ഞു വന്നു. നമുക്ക് പണി കിട്ടി. അതേപോലെയൊക്കെ വലിഞ്ഞിടണം. നേരെയാണോ പോകേണ്ടതെന്ന് അറിയില്ല കേട്ടോ. അത് നമുക്ക് നേരെ പോകാമല്ലേ. അവിടെ ഒരു കൊട്ടാരത്തിൻ്റെ പടിപ്പുര കാണാം. ശക്തൻ തമ്പുരാൻ്റെ ആണോ അറിയില്ല. അമ്മച്ചി പറയണോ പടിപ്പുരയാണോ കൊട്ടാരമാണോ ഇതാണെന്നറിയില്ല. ഇവിടെ നെല്ലിക്ക പറിക്കാൻ പറ്റുമെന്ന് പറയണ്ടായിരുന്നു. ഈ കൊട്ടാരമാണെന്നറിയില്ല. പുരാവസ്തു ശക്തൻ തമ്പുരാൻ. ശക്തൻ തമ്പുരാൻ കൊട്ടാരം. ഏതൊരു കൊട്ടാരത്തിൽ നെല്ലിക്ക പറിക്കാനും പിന്നെ പോണ വഴിക്ക് ഇവിടെ നെല്ലിമരം ഒക്കെ ഉണ്ട്. നെല്ലിക്ക പറിക്കാനാണോ പുളി കുരു എന്തോ കുരു കളഞ്ഞു കൊടുക്കാനോ എന്തോ വരും. അപ്പോൾ കുരു അവർക്ക് കിട്ടും. കുരു അവർക്ക് കിട്ടും. പിള്ളേർക്ക് ഇഷ്ടംപോലെ പിള്ളേരുണ്ടാവും. താത്രിക്കുട്ടി അങ്ങനെ കുറേ പേരൊക്കെ പറയുന്നത്. അതിന് താത്രിക്കുട്ടിയുടെ പേരാണ് നമുക്ക് കുറച്ചുകൂടി ഒരു വ്യത്യാസമായിട്ട് തോന്നിയത്. അമ്മച്ചിയുടെ സുഹൃത്തിൻ്റെ പേരാണ് താത്രിക്കുട്ടി. അപ്പോൾ അവരെല്ലാവരും കൂടി ഒരു 10-15 പിള്ളേരുണ്ടാവും. ഇവരെല്ലാവരും കൂടി വന്നിട്ട് കൊട്ടാരത്തിൽ വന്ന് പുളി എടുത്ത് അതിൻ്റെ പുളിയും കുരുവും വേറെ തിരിക്കും. എന്നിട്ട് ആ കുരു ഇവർക്ക് കിട്ടും പിള്ളേർക്ക്. അത് ഇവരെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് നിറയെ അത് കൊണ്ടുവരുന്നതൊക്കെ പ്രത്യേക രീതിയിലാണെന്ന് പറയുന്നത്. തെറ്റിക്കോട്ടിലൊക്കെ ഇട്ട് കൊണ്ടുവരും. ഇവിടെ നേരെ മുമ്പിലൊരു ഇതൊക്കെ ഉണ്ട് കേട്ടോ. പഴയ നമ്മുടെയൊക്കെ ഉണ്ട് പഴയ വീടുകൾ കേട്ടോ. നമുക്ക് വേറെ ദിവസം വരാൻ എന്തായാലും. അപ്പോൾ ആ ഒരു കൊട്ടാരമായിരുന്നു ഓണം കണ്ടിട്ട്. നമുക്ക് ഇത് പറയുമ്പോൾ നമ്മളന്ന് ചെറുപ്പത്തിൽ വന്നുകൊണ്ട് നമുക്ക് അത്ര ശ്രദ്ധയില്ല, നമുക്ക് മനസ്സിലാവണില്ല. ഇവർ ഇവിടെ ജനിച്ചു പോകുന്ന ആൾക്കാരില്ല, ആൾക്കാർ കൃത്യമായിട്ട് അറിയാം. നമ്മളിപ്പോൾ ഏതൊരു വഴിയിലോട്ട് പോകുന്നുണ്ട്. ഇവിടെ തന്നെ എഴുതുന്നു നോക്കാം. ജൂബിലി മിഷൻ്റെ അവിടെ പോവാ. അപ്പം കുട്ടനല്ലൂർ കൂടിയിട്ട് ഹൈവേക്ക് കയറാം. കുട്ടനല്ലൂർ അല്ലേ? അപ്പൊ നേരെ തന്നെ പോകണം അല്ലേ? നേരെ പോവാ. ആ മ്യൂസിയത്തിന് മുമ്പിൽ കൂടിയാണോ? അവിടെ പോവാ. എന്നിട്ട് ജൂബിലിന്റെ അവിടേക്ക് പോവാ. ജൂബിലി മിഷൻ ഹോസ്പിറ്റലാണ്. അവർക്ക് പോയിട്ട് അങ്ങനെ കുട്ടനല്ലൂർ വഴിക്ക് പോവാ. എന്നിട്ട് അവിടെ ഹൈവേയിലേക്ക് കൂടെ പോവാ. അത് ശരി, അങ്ങനെ പോകാൻ പറ്റും അല്ലേ? ഓക്കെ. എവിടുന്ന് പറഞ്ഞാൽ ഞങ്ങൾ എടപ്പള്ളി, തൃശ്ശൂർ, എറണാകുളം. മലപ്പുറത്ത് എടപ്പള്ളി എറണാകുളം. അപ്പൊ അങ്ങോട്ട് പോകണം. ഞങ്ങളുടെ അമ്മയുടെ വീട് ഇവിടെയാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് വന്നേ.
ശരി ഓക്കെ കുട്ടനല്ലൂർക്ക് പോകുമ്പോൾ ഹൈവേ കൂടി പോകാൻ പറ്റും അല്ലേ? അവിടെ ചോദിക്കാം ജസ്റ്റ് ജൂബിലി കൂടിയിട്ട് അങ്ങനെ ജൂബിലി മിഷൻ ചോദിച്ചാൽ മതി. എല്ലാം അവിടുന്ന് ഹൈവേയിലേക്ക് ഹൈവേക്ക് കുട്ടനല്ലൂർ ചോദിക്കാം. അപ്പോൾ ഹൈവേക്ക് ഓക്കെ സുഖമായിട്ട് ഹൈവേ. ഓക്കെ താങ്ക് യു. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് തിരിച്ച് കുറച്ച് പോകണം. ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൻ്റെ സൈഡിൽ പോകുന്നതാണ് ഹൈവേയിലേക്ക്. ഓക്കെ, നമ്മൾ വീണ്ടും തിരിച്ച് അങ്ങോട്ട് തന്നെ പോയണേ. എന്തായാലും തൃശ്ശൂർ വന്നിട്ട് നമ്മൾ പഴയ വീട് കണ്ടില്ലെന്ന് പറയുന്നത്. ചെറുമുക്ക് ടെമ്പിൾ റോഡ്, ഇവിടെ ഒരു പഴയ വീടുണ്ട്. പഴയതാണോ പുതിയതാണോ എന്നറിയില്ല. കണ്ടിട്ട് പഴയ കാലത്ത് വീടുണ്ട്. ഇത് ശക്തൻ തമ്പുരാൻ റോഡാണ് തൃശ്ശൂർ. ഇവിടെ ഒരു പഴയ വീട് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്താണ്. ഒരു വളവിൽ തന്നെയാണ്. അല്ല, പഴയ വീടാണ് കേട്ടോ. ഇങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ നമുക്ക്, അതിൽ കൂടുതലൊന്നും എടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നേരെ അങ്ങോട്ട് തന്നെ പോകണം. ഇരുട്ടായി പോയി. വടക്കുന്നാഥൻ തേക്കുംകാട് മൈതാനുണ്ടോ? ഇരുട്ടായി പോയി. അല്ല ഇവിടെ ഒരു അപ്പം ഇനി അവിടെ നിന്ന് എറണാകുളത്തേക്കുള്ള വഴി ചോദിക്കണം.